ഈ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫർദർ സ്റ്റോക്കുകളെ നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 5-6 ദിവസം കൊണ്ട് ഇത്രയും വലിയ ഉയർച്ചയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 എന്ന് പറയുന്ന നിഫ്റ്റി 500ൻ്റെ ഈ ലെവൽ ഒരു സെൽ ഓഫ് ഉണ്ടാവാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെറിയ കറക്ഷൻ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ട്രംപിനെ ഇനി നമ്മൾ പേടിക്കണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈസ്റ്ററിന് മുമ്പുള്ള എക്സ്പയറി ഡേ ആയ ഇന്ന് വ്യാഴാഴ്ച എല്ലാവരുടെയും മനസ്സ് തെളിഞ്ഞ അല്ലെങ്കിൽ മുഖമൊക്കെ തെളിഞ്ഞ ഒരു ദിവസം തന്നെയാണ്. അതായത് ഇന്ന് മാർക്കറ്റ് അസാമാന്യമായ 1.8% സിംഗിൾ ഡേ. അതായത് ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുനിൽ ഓർക്കണം, സുനിൽ ഞാൻ അത്യാവശ്യം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു, എൻ്റെ മിക്സി എൻ്റെ ഫ്രിഡ്ജ് എന്നുള്ള രീതിയിൽ എൻ്റെ HDFC ബാങ്ക് എൻ്റെ അത് എന്നൊക്കെ രീതിയിൽ. ട്രംപ് ഒറ്റ ദിവസം 5% നിഫ്റ്റിയെ വീഴ്ത്തി. ഇപ്പോൾ എല്ലാവരും പേടിച്ച് എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഒരു അബ്നോർമൽ ഡൗൺ സൈഡ് ആണെന്നും അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നും ഫിനാൻസിലും ബാങ്കിലും മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ സംസാരിക്കണ്ടേ. എനിക്ക് തോന്നുന്നു ഒരു 4-3 പോഡ്കാസ്റ്റും പോകണം. ആ വീഡിയോ അവിടെ തന്നെ കിടക്കും. അതെ, നമ്മൾ ഹാൻഡ് ഹോൾഡ് പേടിക്കരുത്. അപ്പോൾ പലതുണ്ട് ഞങ്ങൾ പേടിക്കില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വിത്തിൻ എ ഡേയ്സ് 1-2 ഒരു 7 ഡേയ്സിന് മാർക്കറ്റ് തിരിച്ച് 23,850 എന്ന് പറയുന്ന സിംഗ് ഹൈയിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംസാരിക്കണം. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ട്രംപിനെ ഇനി നമ്മൾ പേടിക്കണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് 15% ലോസിൽ പോയ പോർട്ട്ഫോളിയോ 5-4% വന്നു. അത് മാത്രമല്ല ആ ഒരു ഡിപ്പിൽ മോർ ആഡ് ഓൺ ചെയ്യാനും പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ്സാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത ഹോം ഫസ്റ്റ് ഫിനാൻസ് 2-3 ഡേയ്സിനുള്ള 27 ഹിറ്റായി. അതിനുശേഷം ഒരു 24% ടോട്ടൽ പ്രോഫിറ്റ് ആണ് തന്നത്. അത് മാത്രമല്ല ഇപ്പോൾ HDFC ബാങ്ക് ആണെങ്കിലും ബജാജ് ഫിനാൻസ് ആണെങ്കിലും ഇതെല്ലാം ഈ റാലിയിൽ ഭയങ്കരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ബാങ്ക് ബീസ് ഒക്കെ എൻ്റെ എൻട്രി മോളിലാണ്. അതിന്ന് പ്രോഫിറ്റ് ഇന്നല്ല കുറച്ച് ആളുകളായിട്ട് പ്രോഫിറ്റ് ഉണ്ടെന്നാണ്. അതെ, അതായത് ഇപ്പോൾ ഞാൻ നിഫ്റ്റിയാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാങ്ക് അത്രയും ശ്രദ്ധിക്കണ്ടായിരുന്നില്ല. അപ്പോൾ സുനിൽ എന്നോട് പറഞ്ഞു, സിൽവി ബാങ്ക് നിഫ്റ്റി എന്താണ് ഓൾ ടൈം ഹൈ അടിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ഇത്രയും വീണ നിഫ്റ്റി ബീറിഷ് മാർക്കറ്റിൽ അതാണ് വൈവിധ്യപ്പെടുത്തിയതായോ. പക്ഷെ നിഫ്റ്റി വരുന്നേ ഉള്ളൂ. വളരെ ഹാപ്പി ആയിട്ട് അതിനേക്കാളും ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈഡ് അടുത്തെത്തി, ഒരു തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഫിൻ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ഇന്നലെ ചെയ്ത് ഇന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി 2% ക്യാൻഡിൽ കൂടി തന്നിരിക്കുകയാണ്. അതായത് ഫിനാൻസ് സെക്ടർ ലീഡറായി ഈ ഒരു റാലിയിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസ് സെക്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോം ഫസ്റ്റ്, നമ്മുടെ സ്റ്റുഡൻസ് ഉൾപ്പെടെ നമ്മളൊരു പോഡ്കാസ്റ്റിൽ ജസ്റ്റ് സംസാരിച്ചിരുന്നു. ഹോം ഫസ്റ്റ് FIS കഴിഞ്ഞ ഒരു മാസമായിട്ട് അപ്രകാരം ക്വാണ്ടിറ്റിയിലാണ് ഹോം ഫസ്റ്റൊക്കെ ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോം ഫസ്റ്റിന് വിത്തിൻ 2 വീക്സിൽ 20% ഒരു ഫ്രം ലോയിൽ നിന്ന് തിരിച്ചു വരികയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഫിനാൻസ് സെക്ടറിൽ അത്രയും വലിയൊരു ബുള്ളിഷ്നെസ് ഉണ്ട്. ഇന്ന് ഇത്രയും ബുള്ളിഷ്നെസ് വരാൻ മറ്റൊരു കാരണം 3 ദിവസത്തെ അവധിയുണ്ട്. ഇന്ന് ഇത്രയും ബുള്ളിഷ് ആകാനുള്ള ഒരു പ്രധാന കാരണം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വെള്ളി, ശനി, ഞായർ ദിവസം 3 ദിവസം അവധികളുണ്ട്. ഈ അവധിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മേജറായിട്ടുള്ള ICICI ബാങ്കും HDFCയുടെയും റിലയൻസിൻ്റെയും റിസൾട്ടുകൾ വരാനുണ്ട്. അപ്പോൾ ആ റിസൾട്ടുകൾ പോസിറ്റീവാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ മൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി മാർക്കറ്റിൽ ഇന്ന് നടന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു 5-6 ദിവസം കൊണ്ട് ഇത്രയും വലിയ ഉയർച്ചയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ സെല്ലേഴ്സ് എല്ലാവരും ട്രാപ്പായി പോയിട്ടുണ്ട്. അത് സ്മോൾ പ്ലേയേഴ്സ് മാത്രമല്ല, വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും വരെ ചെയ്ത സെല്ലുകൾ ട്രാപ്പായിട്ടുണ്ട്. നമുക്കറിയാം 22,800 നിന്ന് ഒറ്റ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 21,700 1000 പോയിൻറ്റ് താഴത്തോട്ടാണ്. അവിടെ നിന്ന് ഒറ്റയടിക്ക് 21,700 നിന്ന് മാർക്കറ്റ് 23,850 ഏകദേശം എത്ര പോയിൻറ്റ് 2000 പോയിൻ്റാണ് നിഫ്റ്റി 7 ദിവസം കൊണ്ട് തിരിച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ കോൾ സെല്ലേഴ്സ് എല്ലാവരും ട്രാപ്പായി പോയ ആളുകൾ, പലരും പൊസിഷണൽ സെല്ലേഴ്സ് ട്രാപ്പായി പോയവർ ഇന്ന് ഷോർട്ട് കവർ കൂടി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് കവറിങ് മൂവ്മെൻറ്റ് പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൂസ്റ്റ് കൂടി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ബൈങ് ആണ് എനിക്ക്. അതെ, മാർക്കറ്റ് ഗ്രാജുവൽ മാർക്കറ്റ് ആണെങ്കിലും ഒരു അബ്നോർമൽ വോളിയം ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ
3 ദിവസത്തേക്കാൾ കൂടുതൽ വോളിയം വലിയ ക്യാൻഡിലാണ്, വോളിയം കൂടുതലുണ്ട്. പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി വോളിയം ഇൻക്രീസ് ആയി വരുന്നുണ്ടായിരുന്നില്ല. ഒരു സൂപ്പർ ഡൂപ്പർ റാലി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. പക്ഷേ ഇപ്പോഴും നമുക്കൊരു അപ് ട്രെൻഡിലോട്ട് കൺഫേം ചെയ്യണമെങ്കിൽ ഇന്ന് വന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ വീണ്ടും പറയുന്നു, വില്യം ഒനൈലിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ഇന്ന് നമ്മളൊരു കൺഫേംഡ് അപ്പ് ട്രെൻഡിലോട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫോളോ ത്രൂ ഡേറ്റ്സ് ആയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ക്യാൻസലിംഗ് മെത്തേഡിലും അതിനു മുമ്പത്തെ പോഡ്കാസ്റ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൗണ്ടറുകൾ എണ്ണിയാണ് ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കൗണ്ടർ എണ്ണിയാണ് നിഫ്റ്റി 500 പറഞ്ഞത്. നിഫ്റ്റി 500-ൻ്റെയൊക്കെ റിക്കവറി അസാധ്യമായിട്ടുള്ള റിക്കവറിയാണ്. നിഫ്റ്റിയുടെ റിക്കവറി ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കൗട്ട് പോലെയാണ്. അപ്പം ഒരു പക്ഷേ ഈ ട്രെൻഡ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചുകൊണ്ട് പുതിയ സ്റ്റോക്കുകളെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് അത്രയും നല്ലതല്ല എന്നുകൂടി മനസ്സിലാക്കാം. ഇത് അവസാന അവസരമാണ്, ബസ് വിട്ടു പോകാമോയാണ്, അതിൽ പോയി കയറരുത് എന്നാണ് ഞാൻ പറയുക. പക്ഷേ അന്ന് ലോ അടിച്ചപ്പോൾ കയറിയ ആൾക്കാർക്ക് ധൈര്യമായിട്ട് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഇത്രയും മാർക്കറ്റിനെ പൊട്ടിച്ച് താഴെ കൊണ്ടിട്ട് ഇറ്റ്സ് എ ഗുഡ് ടൈം ഫോർ ബൈയിങ് എന്നുള്ളത്. അത് ആ 90 ദിവസത്തെ ഗ്യാപ്പ് കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം മാനിപ്പുലേറ്റർ ആണോ, അദ്ദേഹമാണോ ഈ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് ഉള്ളത്. പക്ഷെ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകൾ നെഗറ്റീവായിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിരുന്നു. ആക്ച്വലി ഗ്ലോബൽ മാർക്കറ്റ്സും അതായത് US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും അത്ര വലിയ കപ്പിൾഡ് ആയിട്ടൊന്നുമല്ല കുറേ നാളുകളായിട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഇത്രയും വലിയ മൂവ്മെൻറ്റ്സ് വന്നതുകൊണ്ടാണ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് തന്നെയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കുന്നത്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ എ 1 മന്ത് ഈ ഇഷ്യൂസൊക്കെ കെട്ടടങ്ങുകയാണെങ്കിൽ നമ്മൾ യുഎസിന് തിരിഞ്ഞു പോലും നോക്കില്ല. അതായത് ഇന്ത്യ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതല്ല, ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവ് ആവാനുള്ള മറ്റൊരു കാരണം പവൽ, നമ്മുടെ ഫെഡിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. എന്താ പറയുക, റിസിഷന് ഫിയർ വരുന്നുണ്ട്, പക്ഷേ ഇൻഫ്ലേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്, അതുപോലെ റിപ്പോ റേറ്റ് കുറയ്ക്കാനുള്ളത് ദ്രുതഗതിയിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ട്രംപ് തിരിച്ച് പവലിനെ കളിയാക്കിക്കൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അത് അതിനേക്കാളും രസകരമായിട്ടുള്ള ട്വീറ്റാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് പവല് ഭയങ്കര ടു ലേറ്റ് ആൻഡ് റോങ് ആണ് പവൽ എന്നാണ്. അതായത് പവല് ഭയങ്കര സ്ലോവും തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആളുമാണ് എന്നാണ് ട്രംപ് പരസ്യമായിട്ട് പറയുന്നത്. ഇവിടുത്തെ US പ്രശ്നം US പ്രസിഡൻറ്റിന് ഫെഡിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരങ്ങൾ ഭയങ്കര കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് റേറ്റ് കുറച്ചേ പറ്റുള്ളൂ, നിങ്ങൾ ഇനി എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ലേറ്റ് ആക്കുന്നത്, റേറ്റ് കുറയ്ക്കൂ എന്നാണ്. റിസർവ് ബാങ്കും നമുക്കിവിടെ റേറ്റ് കുറയ്ക്കും. അപ്പോൾ റേറ്റ് കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബാങ്കുകളിൽ പോസിറ്റിവിറ്റിക്ക് ഒരു റീസൺ അത് തന്നെയാണ്. പക്ഷേ ഇന്ന് പെർഫോം ചെയ്യാതെ പോയത് മെറ്റലും IT ആണ്. അതായത് മെറ്റൽ സെക്ടർ ഗ്ലോബൽ മൊമെൻറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് മെറ്റലിൽ ഇവിടെ നമുക്ക് പോസിറ്റിവിറ്റി വരാതിരുന്നത്. നമ്മൾ ഇന്നത്തെ ഓരോ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് 2.21ഉം IT വെറും 0.2 ആണ് അപ്പായിട്ടുള്ളൂ. മിഡ് ക്യാപ്പ് സെലക്ട് വെറും 0. മിഡ് ക്യാപ്പിലെ നല്ല സ്റ്റോക്കുകളൊന്നും, ഒരു എക്സ്ട്രാordinary സ്റ്റോക്സ് മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ. നോർമൽ സ്റ്റോക്കുകളൊന്നും ഇന്ന് തിരിച്ചു കയറിയിട്ടില്ല. ഫാർമ 1.2% ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഫിനാൻസ് 2.27% തിരിച്ചു കയറിയിട്ടുണ്ട്. PSU ബാങ്ക്സ് 1.6% തിരിച്ചു കയറിയിട്ടുണ്ട്. FMCG 0.5 തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയിൽ മാത്രം കൺസെപ്ഷൻസ് ഉള്ള, ഇന്ത്യയിൽ മാത്രം വേരുകളുള്ള ബിസിനസ്സുകളിലായിരിക്കണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്കിങ് ആണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇവിടുത്തെ ഫിനാൻസ് കമ്പനികളാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. കാരണം എന്താ, ഇന്ത്യൻ ഫിനാൻസ് കമ്പനി അമേരിക്കൻ കമ്പനിക്ക് എന്തായാലും ഫിനാൻസ് കൊടുക്കില്ലല്ലോ, അതിവിടെ മാത്രമല്ലേ. അപ്പോൾ ഫിനാൻസ് കമ്പനിയിലുള്ള ബുള്ളിഷ്നെസ്സിന് ഇതും ഒരു കാരണമാണ്. ട്രംപിനെ പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ ഒരു ടോപ്പിലാണ് നിൽക്കുന്നത്. ഈ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഇനി പുതിയ ബൈ ആഡ് ചെയ്യാം. തീർച്ചയായിട്ടും സുല്ലിന് മുന്നേ പറഞ്ഞ പോലെ 23,700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ 850 അതെ. പക്ഷേ ഇന്നത്തെ മേജർ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്ലോസ് ആണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് അല്ലേ. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ക്യാൻഡിലാണ്, ഫോളോ അപ്പ് ഉണ്ടാവും. എനിക്കോട് കുറെ പേരൊക്കെ കോള് എടുത്ത് വെച്ച് ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ക്യാൻഡിൽ വന്നു കഴിയുമ്പോൾ ഒരു 5
5 to 8 ഡേയ്സ് കൗണ്ടേഴ്സിൽ ഒരു കൺസോളിഡേഷൻ വോളിയം കുറവുള്ള റെഡിഷ് ക്യാൻഡിൽസ് സാധാരണ വരാറുണ്ട്. ഇപ്പോൾ വില്യംവനൈലിൻ്റെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാനാണെങ്കിൽ പോലും ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു 3 to 5 ഡേയ്സ് ഫോളോ ത്രൂ ക്യാൻഡിൽസ് വരാം, ലെസ് വോളിയം കറക്ഷൻ ക്യാൻഡിൽസ്. പക്ഷേ ഇവിടെ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം. നിഫ്റ്റിയുടെ കൂടെ തന്നെ ഞാൻ പരിഗണിക്കുന്ന ഏറ്റവും വലിയ സെക്ടർ ഈസ് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന വളരെ ബുള്ളിഷായിട്ട് നിൽക്കുന്ന കപ്പ് ആൻഡ് ഹാൻഡിൽ. നമ്മൾ നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ 500ൽ ഇപ്പോൾ 21,680 നിഫ്റ്റി 500 നിൽക്കുന്നത്. നിഫ്റ്റി 500 ഇതിന് മുൻപ് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ്റെ ഹാൻഡിലായിരുന്നു. പക്ഷെ അപ്പോഴാണ് ട്രംപ് വരുന്നതും ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കപ്പിൻ്റെ ലോയിൽ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഈ പറഞ്ഞ 7 ഡേയ്സിൽ നിക്ക് ലൈനിലോട്ട് എത്തി നിൽക്കുന്നുണ്ട്. 21,800 21,900 എന്ന് പറയുന്ന നിഫ്റ്റി 500ൻ്റെ ഈ ലെവൽ ഒരു പിവോട്ട് ലെവലാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ലെവലിൽ ഒരു സെൽ ഓഫ് ഉണ്ടാകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെറിയ കറക്ഷൻ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. എന്നാൽ താഴ്ത്തുനിന്ന് ബൈ ചെയ്ത ഒരാൾക്ക് ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ മേടിച്ച എല്ലാ സ്റ്റോക്കുകളും ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഈ പറഞ്ഞ 21,800 21,900 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 23,900 നിഫ്റ്റി 500ൽ നോക്കുകയാണെങ്കിൽ അത് 21,900 ഈ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫർദർ സ്റ്റോക്കുകളെ നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഈ ടോപ്പിൽ പോയിട്ട് നിങ്ങൾ ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. അല്ല, നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ആരും തന്നെ ടോപ്പിൽ പോയിട്ട് ആഡ് ചെയ്യില്ല. കാരണം എന്താ, അവരൊക്കെ താഴ്ത്തുനിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പാണ്. പക്ഷേ പൊതുവെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്? ട്രംപിൻ്റെ അല്ല, ഇപ്പം അവർ നോക്കിയപ്പോൾ ബുള്ളിഷായി, ഇനി നമുക്ക് ചെയ്യാം, അത് ഞാൻ രാവിലെ പറയുകയും ചെയ്തു, ഇനിയായിരിക്കും. അപ്പോൾ ഈ റീറ്റെയിലേഴ്സിനെ കളയാൻ പിന്നെ മാർക്കറ്റ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യും, അപ്പോൾ അവർ വീണ്ടും പേടിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മുടെ ബ്ലഡ് ബാത്ത് നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് കണ്ടത്, AI ഒക്കെ വന്നേ പിന്നെ ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ പെർഫെക്റ്റ്ലി കിട്ടുന്നുണ്ട്, എല്ലാ ന്യൂസും ഒരുവിധം എല്ലാവരും അപ്ഡേറ്റ് ആവുന്നുണ്ട്, നോളജും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ AIക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഏക കാര്യം ഹ്യൂമൻ ഇമോഷനാണ്. അപ്പോൾ സൈക്കോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുക, ബാക്കിയുള്ളവർക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ കഴിഞ്ഞു എന്നാണ് ഒരു ട്വീറ്റ് കണ്ടത്. എനിക്ക് തോന്നുന്നു അത് ഒരുവിധം ശരിയോ തന്നെയല്ലേ. നോക്ക്, ഇന്ന് ഇതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഒറ്റയടിക്ക് വീഴ്ത്തുന്നു, എല്ലാവരെയും പേടിപ്പിച്ച് പുറത്തിറക്കുന്നു, അതേ സ്പീഡിൽ തിരിച്ചു വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ആൾക്കാർ ബൈ ചെയ്യാൻ വരുന്നു, അന്ന് ആൾക്കാരെല്ലാവരും പേടിച്ച് സെല്ല് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അന്ന് ബ്ലഡ് ബാത്ത് നടക്കുമ്പോൾ ബൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതാണ് ഓപ്പർച്യൂണിറ്റി, ഇവിടെ വേണം ബൈ ചെയ്യാൻ. അപ്പോൾ അവർ, ഞാൻ പറയാമല്ലോ, എൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി ഞാൻ റീസെൻ്റിലൊക്കെ ബൈ ചെയ്തവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സെല്ല് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെയിറ്റ് എന്തെങ്കിലും കുറച്ച് അന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് അന്ന് വീണപ്പോൾ സാറെ എല്ലാം വിറ്റ് കളയട്ടെ എന്ന് വെച്ചു, അതും ബീസാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, സാറേ വിറ്റ് കളയല്ല, സാറിന് കാശ് എനിക്ക് കൂടുതൽ ബാങ്ക് ബീസ് ആഡ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് അദ്ദേഹം അത്യാവശ്യം ബാങ്ക് ബീസ് തിരിച്ച് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക, ഇത് കണ്ടൊന്നും പേടിക്കാതിരിക്കുക, ലെവലുകളെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. ട്രംപ് ചിലപ്പോൾ ഇനിയും താരിഫുമായിട്ട് വന്നേക്കാം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ സംസാരിച്ചതുപോലെ ബോണ്ട് ഇൻട്രസ്റ്റ്, US ട്രഷറി ബോണ്ട് ഇൻട്രസ്റ്റ് ടോപ്പിൽ തന്നെയാണ്, താഴുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ താരിഫ് തിരിച്ചു വന്ന് മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടും ബോണ്ട് ഇൻട്രസ്റ്റ് താഴുന്നില്ല. ഇതിനെ ഞാൻ നെഗറ്റീവായിട്ടല്ല ഇപ്പോൾ കാണുന്നത്, ഇതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ട്രംപ് വീണ്ടും താരിഫായിട്ട് വരും. അപ്പോൾ ട്രംപ് തിരിച്ച് വരാതിരിക്കാൻ ഈ താരിഫ് ടോപ്പിൽ തന്നെ നിൽക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ താരിഫിൻ്റെ ഈ പറഞ്ഞ താരിഫ് മുഖാന്തരമുള്ള ബോണ്ടിൻ്റെ റേറ്റ് കൂടി നിൽക്കുന്നത് മാർക്കറ്റിന് പോസിറ്റീവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി തന്നെ നിൽക്കട്ടെ, കുറയാതിരിക്കട്ടെ. ഈ ഒരു ഗ്ലോബൽ അന്തരീക്ഷം ട്രംപിനൊരു പണി കൊടുക്കുന്ന വ്യാപാര യുദ്ധം ഇങ്ങനെ പൊട്ടി ചീറ്റിലുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ത്യ അതിൻ്റെ ഇടയ്ക്കിടെ നല്ല പോസിറ്റിവിറ്റി ഉണ്ടാക്കും. ഇത് എപ്പോഴും നമ്മൾ കണ്ടില്ലായിരുന്നോ, ചൈന അമേരിക്ക തമ്മിലുള്ള ട്രേഡ് ടോക്സ്? അതെ, ട്രേഡ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആയിട്ടുള്ള. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, നമ്മുടെ ട്രേഡ് ടോക്സ്. അതെ, നമ്മുടെ പേര് തന്നെയാണ്. നമ്മൾ അന്ന് പേരെടുക്കുമ്പോൾ ഇപ്പോൾ ഞാനത് മനസ്സിലായി.
അത് ഇവിടെ എങ്ങനെ പറയണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. അതായത് ട്രേഡ് ടോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പൊ എല്ലാ സ്ഥലത്തും അമേരിക്കയിലും ചൈനയിലും എത്തി തുടങ്ങി. അമേരിക്കയും ചൈനയും എല്ലാ രാജ്യങ്ങളും പരസ്പരം ഇപ്പോൾ ട്രേഡ് ടോക്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ, സോ എന്നിരുന്നാലും ഈസ്റ്ററിന് മുമ്പ് നല്ലൊരു റാലി എല്ലാവർക്കും വളരെ എല്ലാ പെരുന്നാളുകൾക്ക് ശേഷം ഇത് വിഷു ഈസ്റ്റർ വന്നിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ചേർത്തിട്ട് ഒരു ബുള്ളിഷ്നെസ് 5-6 ദിവസം കൊണ്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷം. പ്രോഫിറ്റ് കിട്ടിയവരും പേടിക്കാതെ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ തീർച്ചയായും കമന്റ് ചെയ്യുക. ഓപ്ഷൻ ബയേഴ്സ് ഒക്കെ ചാകരയായിട്ട് വാരിയിരുത്തണം. ഇന്ന് ക്ലിയർ ട്രെൻഡ് ആയിരുന്നു. 1 ലക്ഷത്തിൽ കൂടുതൽ സിംഗിൾ ഇൻട്രാഡേ പ്രോഫിറ്റ് അടിച്ചു ഒത്തിരി പേര് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ലൈവ് ആയിട്ടിരുന്ന് നമ്മളിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. അതായത് ഇന്നൊന്നും ചെയ്യേണ്ടല്ലോ, രാവിലെ തന്നെ കോള് മേടിക്കാൻ ചെയ്യാനില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ ഈസ്റ്റർ ആശംസകൾ. അടുത്തൊരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.